രുചിപ്പെരുമ കൊണ്ടും ആചാരപ്രൗഢി കൊണ്ടും പ്രസിദ്ധമായ വള്ളസദ്യ നടക്കുന്ന സ്ഥലത്താണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ഇന്ന് ചെന്നിത്തല പള്ളിയോടത്തിനാണ് ഈ ഒരു വള്ളസദ്യ കൊടുക്കുന്നത്. എല്ലാവരുടെയും ഒരു ഐക്യം, ഭക്തി, ഒരുമ ഇതൊക്കെയാണ് ഈ വള്ളസദ്യയുടെ വേദിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. വള്ളസദ്യയുടെ പ്രാധാന്യത്തെ പറ്റി, അതിൽ ഈ പാട്ട് പാടി ചോദിച്ചു വാങ്ങുന്നതിനെ പറ്റി ഒന്ന് പറയൂ. പള്ളിയോടത്തിൽ വന്നാണ് ആൾക്കാർ ഈ വള്ളസദ്യ കഴിക്കുന്നത്. അപ്പം ഭഗവാൻ നമ്മുടെ കൂടെ ഒരാളായിട്ട്, തുഴക്കാരനായിട്ട് ഈ വള്ളസദ്യയിൽ പങ്കെടുക്കുമെന്നാണ് ഒരു നമ്മുടെ വിശ്വാസം. അപ്പം നമ്മളെ ഭഗവാൻ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഭഗവാന് അർപ്പിക്കണമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ വഴിപാട് നടത്തുന്ന ആൾക്കാർ നമ്മളെ ഭഗവാനായിട്ട് കണ്ട് ഏതൊക്കെ വിഭവങ്ങൾ പാടി ചോദിക്കുന്നോ അതെല്ലാം നമുക്ക് നൽകുന്നത്. ഒരു 48 കൂട്ടം വിഭവങ്ങൾ ഇലയിൽ വിളമ്പുന്നുണ്ട്. അതിലൊരു 26 കൂട്ടങ്ങൾ, ടോട്ടൽ 64 കൂട്ടമാണ്. 26 നമ്മൾ പാടി ചോദിക്കും, പലത് വിഭവങ്ങളായിട്ട് പാടി ചോദിക്കും. ചെന്നിത്തല പള്ളിയോടത്തെ പറ്റിയും അതിന്റെ വിശേഷങ്ങളും എന്തൊക്കെയാണ്? ചെന്നിത്തല പള്ളിയോടം കഴിഞ്ഞ 131 വർഷമായിട്ട് തിരുവാറന്മുള ഭഗവാനെ ദർശിക്കുവാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ദൂരത്ത് നിന്ന് തുഴയെറിഞ്ഞു വരുന്ന ഒരു പള്ളിയോടമാണ്. നമ്മുടെ പ്രധാനപ്പെട്ട നദികളായ അച്ചൻകോവിലാറിൻ്റെയും കുട്ടമ്പേരൂരാറിൽ കൂടിയും പമ്പാ നദിയിൽ കൂടിയുമാണ് നമ്മുടെ ഈ പള്ളിയോടം ഇത്രയും ദൂരം തുഴയെറിഞ്ഞ് വളരെയധികം കഷ്ടപ്പാടുകളും യാതനകളും ഒക്കെ അനുഭവിച്ചുകൊണ്ട് ഭഗവാനെ ദർശിക്കുവാൻ വേണ്ടി ഇവിടെ എത്തുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത് 52 കരയിൽ നിന്നുള്ള പള്ളിയോടങ്ങളിൽ ചെന്നിത്തല പള്ളിയോടത്തിന് മാത്രമാണ് ഈ ഉത്രട്ടാതി നാളിൽ വള്ളസദ്യ ഉള്ളത്. ഈ വള്ളസദ്യ കഴിക്കാനായിട്ട് സാധാരണക്കാരും അതേപോലെ പ്രമുഖരടക്കം എല്ലാ ആളുകളും ഇവിടേക്ക് എത്താറുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്കിപ്പം ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ചേരുന്നുണ്ട്. സർ, ഈ ഒരു വള്ളസദ്യ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. ആ ഒരു അനുഭൂതി അനുഭവിച്ചറിയാൻ എല്ലാവരും വരികയാണ്. അപ്പോൾ ഈ ഇവിടെ എത്തി ഇത് കഴിക്കുമ്പോൾ സാറിന് തോന്നുന്ന ഒരു ഫീൽ എന്താണ്? ഒരുപാട് കാലമായി വള്ളസദ്യയെക്കുറിച്ച് കേട്ടിട്ടും ഒക്കെ ഉണ്ട്, പക്ഷേ അത് അനുഭവിക്കാൻ ഇപ്പോഴാണ് അവസരം വന്നിട്ടുള്ളത്.